വജഅൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം, കൂട്ടത്തിൽ ഇങ്ങനെയും അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. വജഅൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ജനമനസ്സുകളെ നീ അങ്ങോട്ടൊന്ന് ആകർഷിക്കണമേ, അടുപ്പിക്കണമേ. അത് നാം ഇന്ന് കാണുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ മനസ്സുകൾ അങ്ങോട്ട് എന്തെന്നെല്ലാം അറിയാത്ത പ്രചോദനങ്ങളുടെ പേരിൽ അങ്ങോട്ട് അടുക്കുകയാണ്. അവിടെ പോയ ഒരാൾക്ക് പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല, പോകാത്തവനോട്ട് പോകാറുമില്ല. അതാണ് ഹജ്ജിൻ്റെ ഒരു പ്രത്യേകത. ഹജ്ജ് ചെയ്യാത്ത ആളുകളോട് ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാന്നേന്നേ പറയുള്ളൂ, അല്ലേ? ആകട്ടെ, സമയം വരട്ടെ, അവന് പോകണമെന്ന് തോന്നില്ല. പക്ഷേ ഹജ്ജ് ചെയ്ത ഒരാളോട് അവനെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഉംറ ചെയ്ത ഒരാളെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അതാണ് വജഅൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ ഹജ്ജ് ഉംറയൊക്കെ ഇങ്ങനെ വല്ലാതെ ചെയ്യുന്നത് എന്തിനാ? ആ സ്വത്ത് വല്ല പാവത്തുങ്ങൾക്കും കൊടുത്തുകൂടെ എന്ന്. ഞാൻ സപ്പോർട്ട് ചെയ്യാം. പാവത്തുങ്ങൾക്ക് കൊടുക്കുന്നത് ഹജ്ജിന് പോകുന്നതൊക്കെ മാറ്റി വെച്ചിട്ടൊന്നുമല്ല. ഹജ്ജിന് പോകുന്നവൻ ഹജ്ജിന് പോകും, പാവത്തുങ്ങൾക്കും കൊടുക്കും. പോകാത്തവൻ ഹജ്ജിനും പോകില്ല, അവനോട്ട് പാവത്തുങ്ങൾക്കും കൊടുക്കില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഞാനും ഒരു കാലത്ത് അങ്ങനെ വിചാരിച്ച, പക്ഷെ പോയേച്ച് വന്നതിന് ശേഷം അത് പറയാൻ എനിക്ക് ധൈര്യമില്ല. കാരണം പോയവൻ പിന്നെയും പോയേ അടങ്ങൂ. വജഅൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ജനമനസ്സുകളെ നീ അങ്ങോട്ട് അടുപ്പിക്കണേ, വലിച്ചടുപ്പിക്കണമേ എന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സാക്ഷാത്കാരം നൽകിയത് ആ സ്ഥലത്തെ അള്ളാഹു താല നിർഭയത്വത്തിൻ്റെ സങ്കേതമാക്കിക്കൊണ്ടാണ്. നിർഭയമായ ഒരു ഭൂമി.